പക്ഷേ മധ്യ കേരളത്തിൽ അങ്ങനെയല്ല. മലപ്പുറത്ത് കഴിഞ്ഞ തവണ കൃത്യമായി നേട്ടം കൈവരിക്കാൻ UDF-ന് കഴിഞ്ഞിരുന്നു. ആ നേട്ടം കുറച്ചുകൂടി ശക്തമാക്കുവാൻ UDF-ന് കഴിയുമോ? വയനാട്ടിൽ കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടില്ല എങ്കിലും LDF-ഉമായിട്ട് തുല്യ സീറ്റുകളായിരുന്നു. പക്ഷേ വയനാട്ടിൽ അങ്ങനെ പോരാ UDF-ന്. അവിടെ കൃത്യമായിട്ട് മേൽക്കൈ വേണം. അത് നേടാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒപ്പത്തിനൊപ്പം പോകാമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയ ചിത്രം വ്യത്യസ്തമാണ് ഓരോ ജില്ലകളിലും. ഈ വയനാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പരാമർശിച്ചു പോകണം. വയനാട് ഇത്തവണ കനത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വയനാട് ദുരിതാശ്വാസ വിവാദങ്ങളൊക്കെ ഉണ്ട്. അതിൽ അവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിന്ന് എന്നൊരു പ്രതിഫലനം കൂടി ഒരു പക്ഷേ അവിടെയാണ് UDF-ന്റെ പ്രതീക്ഷ. അത് UDF-നൊപ്പമാണ് എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ അലയടിച്ചിരിക്കുന്ന ഒരു ജില്ല വയനാടാണെന്ന് പരാമർശിച്ച മധ്യകേരളം കോട്ടയത്ത് സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഇതാണ് സംസ്ഥാനത്ത് സ്ട്രോങ് റൂമുകൾ തുറക്കുക, തയ്യാറെടുപ്പുകൾ അങ്ങനെ നെഞ്ചിടിപ്പേറി കാത്തിരിക്കുകയാണ്. എന്താണ് സാഹചര്യം എന്നുള്ളത്. മഞ്ജുഷ്, ഈ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൊതുരാഷ്ട്രീയം പറയുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ്, ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ നിർണായകമായി എന്നത് പലരുടെയും അവകാശവാദങ്ങളുണ്ട്. ശബരിമലയുണ്ട്, രാഹുൽ മാങ്കൂട്ടമുണ്ട്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഒപ്പം നേതാക്കളുടെ നിലപാടുകളുടെ വിജയം കൂടിയായി മാറുന്നു. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, ബൈ ഇലക്ഷനുകളിൽ വലിയ വിജയം നേടിയ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ പാർലമെന്റ് ഇലക്ഷൻ വേറൊരു ട്രെൻഡാണ്. കേരള രാഷ്ട്രീയം പൂർണ്ണമായും ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം നേരിടുന്നത് ആദ്യമാണ് പൂർണ്ണ അടിസ്ഥാനത്തിൽ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് ശരിയാണ്. 2020 ഇതായിരുന്നില്ല ചിത്രം. നേതാക്കളുടെ കാര്യമെടുത്താൽ 2020 നിന്ന് വ്യത്യസ്തമാണ് ഓരോ മുന്നണിയിലും ഉള്ള നേതാക്കളുടെ അവരുടെ സ്വാധീന ശക്തികളും. LDF-ൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അത് ഇങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് LDF-ന്റെ മുഖം എന്ന് പറയുന്നത്. കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നുള്ളത് ഇത്തവണ UDF-ന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് VD സതീശൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായതിനാൽ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ കഴിയും എന്ന് UDF ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ കുറേയേറെ സീറ്റുകൾ നേടിയെടുക്കേണ്ടത് UDF-ന്റെ ഒരു അത്യാവശ്യമായ ഒരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് VD സതീശൻ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ചില മുനിസിപ്പാലിറ്റികളിലെയും ചില പഞ്ചായത്തുകളിലെയും പോലും തർക്ക വിഷയങ്ങൾ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ്. കാരണം അത് അദ്ദേഹം അഭിമാന പോരാട്ടമായി കരുതുന്നു എന്നുകൊണ്ടുകൂടിയാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ ഏതൊക്കെ നേതാക്കളുടെ വിലയിരുത്തൽ കൂടിയാണ് എന്ന് നോക്കുമ്പോൾ അതിൽ UDF സൈഡിൽ നിന്ന് VD സതീശനുണ്ട്, പുതിയ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അദ്ദേഹം അവസാന ഘട്ടത്തിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലും ഭാഗങ്ങളിലും എല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. CPM-ലേക്ക് വരുമ്പോൾ അത് MV ഗോവിന്ദൻ, അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെതാണ്. മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ വലിയ തെരഞ്ഞെടുപ്പാണ്. അതിന് മുമ്പ് ഒരു ബൈ ഇലക്ഷൻ അത് നിലമ്പൂരായിരുന്നു. BJP-യുടെ രാജീവ് ചന്ദ്രശേഖരന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വോട്ടിംഗ് കിട്ടുന്ന വോട്ടുകളുടെ ശതമാനം കൂടിയാൽ മാത്രം പോരാ BJP-ക്ക്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും കൂടി വരുന്നതാണ്. മറിച്ച് പ്രമുഖമായ ഏതെങ്കിലും ഒരു തദ്ദേശ ഭരണ സ്ഥാപനം പിടിച്ചെടുക്കുക കൂടി വേണം. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. അത് സാധ്യമാണെങ്കിൽ, അത് സാധിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമായി തന്നെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ആ വിശ്വാസം അത് പൂർണ്ണ രീതിയിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. അതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അത് പോവുകയും ചെയ്യും. അങ്ങനെ ഇല്ലേ, തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് അവരുടെ BJP-യുടെ ഒരു ശ്രദ്ധാകേന്ദ്രം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ തന്നെ അത് മികച്ച നേട്ടമായിട്ട് BJP വിലയിരുത്തുകയും ചെയ്യും. ഈ സംസ്ഥാനത്ത് BJP അവരുടെ രാഷ്ട്രീയം വളരുന്നുണ്ട്, അവരുടെ അണികൾ വളരുന്നു എന്ന് പറയുമ്പോഴും ചില പഞ്ചായത്തുകളിലും നഗരസഭകളിലും, 2 നഗരസഭയിലും ചില പഞ്ചായത്തുകളിലും അവർക്ക് ഭരണമുണ്ട്. പക്ഷേ ഒരു വിശാല മേഖലയെ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഇതുവരെയും BJP-ക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപമായിട്ടുണ്ട്. ഉദാഹരണം, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായി പിടിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് 5ഓളം നിയമസഭാ മണ്ഡലങ്ങളുടെ ഭാഗമായി ഒത്തുചേർന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു വലിയ ഏരിയ ഒന്നിച്ച് ഞങ്ങൾ പിടിച്ചു എന്ന് അവകാശപ്പെടാൻ. അതുകൊണ്ട് തന്ത്രപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സാഹചര്യവും. പല സ്ഥലങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അല്ലെ. കൗണ്ടിംഗ് ഏജന്റുമാരുമായിട്ട് തർക്കം നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. പോലീസും കൗണ്ടിംഗ് ഏജന്റുമാരുമായിട്ട് പലയിടങ്ങളിലും തർക്കം നടക്കുന്നത് കാണാമായിരുന്നു. സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ മിക്കയിടങ്ങളിലും തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. 7:40 ആയപ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കോട്ടയത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. പലയിടങ്ങളിലും ഇപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാരുമായിട്ടുള്ള തർക്കം
തർക്കം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകൾ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നതും പോലീസ് തടയുന്നുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആയതിനാൽ വലിയ ആവേശം സ്വാഭാവികമാണ്. മാത്രമല്ല കൗണ്ടിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇത് താഴെത്തട്ടിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനാൽ തന്നെ പ്രവർത്തകരുടെ ആവേശവും അതിനനുസരിച്ച് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കീഴിലാണ് അതാത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെയധികം ബൂത്തുകൾ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും പരിധിയിൽ വരും. സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അതിനാൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചോ എന്നറിയുവാനുള്ള ആകാംക്ഷ പ്രവർത്തകർക്കുണ്ട്. അതിനാൽ തന്നെ ഓരോ കൗണ്ടിംഗ് കേന്ദ്രങ്ങളുടെ മുന്നിലും പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടുതലും വടക്കൻ കേരളത്തിലാണ്. മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും കണ്ണൂരുമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിലും പോലീസിന് പാടുപെടേണ്ടി വരുന്നുണ്ട്. പലയിടങ്ങളിലും ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന കാഴ്ച 15 മിനിറ്റിനുള്ളിൽ വോട്ടെണ്ണൽ തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്? 2026 ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നതിന് മുൻപ് എന്താണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയുണ്ടോ അതോ ഭരണ തുടർച്ചയുടെ സൂചനയാണോ ഉള്ളത് എന്ന് അറിയുന്നതിന് ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 6 കോർപ്പറേഷനുകൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 2 കോർപ്പറേഷനുകളാണ്. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതേസമയത്ത് തന്നെ 86 മുനിസിപ്പാലിറ്റികളിൽ പല മുനിസിപ്പാലിറ്റികളും ശ്രദ്ധയാകർഷിക്കുന്ന മുനിസിപ്പാലിറ്റികൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മധ്യ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിലും UDFന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ്. അതിനാൽ തന്നെ ആ പ്രദേശങ്ങളിൽ UDFന് നിലവിലുള്ള ശക്തി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് തെക്കൻ കേരളത്തിൽ UDFന് കഴിഞ്ഞ തവണ തൂത്തുവാരുകയായിരുന്നു LDF തെക്കൻ കേരളത്തിലെ നഗരസഭകളിൽ. അതേ രീതി ആവർത്തിക്കാതെ അത് മറികടക്കുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുവാൻ ബാക്കിയുണ്ട്. തെക്കൻ കേരളത്തിൽ വർക്കല മുനിസിപ്പാലിറ്റി ഏറെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലാണെങ്കിൽ ആന്തൂർ പോലെയുള്ള നഗരസഭകളിൽ LDFന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആന്തൂർ നഗരസഭയ്ക്ക് കീഴിൽ ഉണ്ട് എന്നുള്ളത് LDFന്റെ ബ്ലോക്കിൽ 1 എന്ന് അടയാളപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. LDF 1 എന്നുള്ളത് കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ 2 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ട്രോങ് റൂമിനകത്തെ ദൃശ്യങ്ങളാണ്. നോക്കുക, കൃത്യമായി മാർക്ക് ചെയ്ത ഇടത്ത് അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ്. കൃത്യമായി, അതായത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി സീല് ചെയ്ത് മാർക്ക് ചെയ്ത് സ്ട്രോങ് റൂമുകളിലേക്ക് എത്തിച്ച വോട്ടിംഗ് മെഷീനുകളാണ് ഇരിക്കുന്നത്. പെട്ടിക്കകത്താണ് ജനമനസ്സ്, അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തിരികെ എടുക്കുകയാണ്. അത് ഓരോ കൃത്യമായി ടേബിളിലേക്ക് എത്തും. ടേബിളിലേക്ക് എത്തുമ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് പരിശോധിക്കാം.